നമസ്തേ. കഥകളതിസാഗരത്തിലേക്ക് സ്വാഗതം. ഇന്നത്തെ കഥ പരിശ്രമം. പരിശ്രമം എന്ന് പറഞ്ഞാൽ എന്താ? പരിശ്രമം ചെയ്യുകിലെന്തിനേയും വശത്തിലാക്കാൻ കഴിവുള്ളവണ്ണം ദീർഘങ്ങളാം കൈകൾ നൽകിയത്രേ മനുഷ്യനെ പാരിലയച്ചതീശൻ. മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം ശ്രമിച്ചുകൊണ്ട് പ്രയത്നിച്ചുകൊണ്ട് വീണ്ടും 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 പരിശ്രമിച്ചുകൊണ്ട് പരിശ്രമിച്ച് എന്തിനേയും കൈക്കലാക്കാൻ കഴിയുന്ന വിധത്തിൽ, അതായത് അധ്വാനം കൊണ്ട് എന്തും നേടാൻ പറ്റുന്ന വിധത്തിൽ ദീർഘങ്ങളാം കൈകൾ നൽകിയത്രേ, നീളം കൂടിയ കൈകൾ നൽകിയിട്ടാണ് മനുഷ്യനെ പാരിലയച്ചതീശൻ. ഈശൻ എന്ന് വെച്ചാൽ ദൈവം മനുഷ്യനെ പാരിലേക്ക്, ഭൂമിയിലേക്ക് അയച്ചിരിക്കുന്നത് നീളം കൂടിയ 2 കൈകൾ കൊടുത്തിട്ടാണ്. ആ കൈകൾ കൊണ്ടുള്ള ഉപയോഗം എന്താ? അധ്വാനിച്ച് പരിശ്രമിച്ച് എന്തും സ്വായത്തമാക്കാം കഴിവുള്ള വിധത്തിലാണ് ദൈവത്തിൻ്റെ മനുഷ്യരെയുള്ള സൃഷ്ടി തന്നെ. അതിനാണ് എന്നാ പറയുന്നത്. ഇവിടെ പരിശ്രമം ചെയ്യുന്നത് ജീവന് വേണ്ടിയാണ് പരിശ്രമിക്കുന്നത്. അതും 2 ചുണ്ടെലി ആയാലും വലിയ എലി ആയാലും ചെറിയ ഒരു ഈച്ചയായാലും ഉറുമ്പായാലും പുഴുവായാലും കൊമ്പനാനയായാലും കാട്ടുമൃഗങ്ങളായ സിംഹമാകട്ടെ, കടുവയാകട്ടെ, കൊമ്പനാനയാകട്ടെ, പക്ഷികളാകട്ടെ, മനുഷ്യരാകട്ടെ, പാമ്പാകട്ടെ, ആരാകട്ടെ, എല്ലാത്തിനും ജീവൻ ഉണ്ടായിരുന്നു. സ്വന്തം ജീവൻ അവരവർക്ക് വിലപ്പെട്ടതാണ്. ഇവിടെ സ്വന്തം ജീവന് വേണ്ടി പരിശ്രമിക്കുന്ന 2 ചുണ്ടെലികളുടെ കഥയാണ് പരിശ്രമം എന്ന ഈ കഥ. എന്താണ് സംഭവം എന്ന് നോക്കാം. 2 ചുണ്ടെലികൾ അവർ കാട്ടിലങ്ങനെ സുഖമായിട്ട് കാരറ്റ് കിട്ടിയാൽ കാരറ്റ് കരണ്ട് തിന്നും, കപ്പക്കിഴങ്ങ് കിട്ടിയാൽ കപ്പക്കിഴങ്ങ് തിന്നും. ഇതൊന്നും അല്ലാതെ കൊണ്ട് വേറെ എന്തെങ്കിലും ഭക്ഷണത്തിൻ്റെ അവശിഷ്ടങ്ങളൊക്കെ വലിയ മൃഗങ്ങൾ തിന്നിട്ട് ബാക്കിയുള്ള ചില ഭക്ഷണത്തിൻ്റെ അംശങ്ങളൊക്കെ കിട്ടിയാൽ അതുമൊക്കെ തിന്നും. അങ്ങനെ തിന്നും കുടിച്ച് ഉണങ്ങിയ ചില വിത്തുകളൊക്കെ തിന്നും. അങ്ങനെ ഓരോ നെൽക്കതിര് കിട്ടിയാൽ അതും തിന്നും. ഇങ്ങനെയൊക്കെ തിന്നും കുടിച്ചും നടക്കുക. അങ്ങനെ ഇരിക്കും അവർ ഇങ്ങനെ നടന്ന് പോകുന്ന വഴിക്ക് 2 ആളും കൂട്ടായിട്ട് ഒരു വീട്ടിൽ ചെന്ന് കയറിയിട്ടും എലികളെന്താ അന്വേഷിക്കണേന്നറിയാമോ? അവിടെ ധാന്യങ്ങളൊക്കെ ശേഖരിച്ച് വെച്ചിട്ടുണ്ടായിരിക്കും. പലതരത്തിലുള്ള എണ്ണ, നെയ്യ് അങ്ങനെയൊക്കെയുള്ള ദ്രവ്യങ്ങൾ ശേഖരിച്ച് വെച്ചിട്ടുണ്ടായിരിക്കും. ഉപ്പ്, മുളക് കാര്യങ്ങൾ, വലിയ മുളക്, പലവ്യഞ്ജനങ്ങൾ ശേഖരിച്ച് വെച്ചിട്ടുണ്ടാവും. പഴങ്ങൾ ശേഖരിച്ച് വെച്ചിട്ടുണ്ടാവും. പച്ചക്കറികൾ ശേഖരിച്ച് വെച്ചിട്ടുണ്ടാവും. ഇതൊക്കെ വീട്ടിൽ ആവശ്യത്തിനുള്ളതല്ലേ. പാലും മോരും തൈരും വെണ്ണയൊക്കെ ഉണ്ട്. ഒരു കർഷകരുടെ വീടാണത്. ആടുമാടുകളെയൊക്കെ വളർത്തുന്നുണ്ട്. അവയ്ക്കുള്ള തീറ്റകളൊക്കെ ചേർത്ത് ഈ ചുണ്ടലികളിൽ നിന്ന് തന്നെ ഓരോ ഭക്ഷണ സാധനങ്ങൾ തപ്പി നോക്കി എല്ലാം കുറച്ച് തിന്നു. അങ്ങനെ ഒരു പലകേമ കയറി കഴിഞ്ഞിട്ട് ആ പലകേമ കയറി കഴിഞ്ഞപ്പോൾ 2 ആളും കൂടി കയറി കഴിഞ്ഞപ്പോൾ അത് എന്താണെന്ന് മനസ്സിലായില്ല എനിക്ക്. ആ പലകേമ ഇരുന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നോക്കി, ഉള്ളിലേക്ക് നോക്കി, എന്താണെന്ന് മനസ്സിലായില്ല. ഉടനെ ഈ പലക ഒരു വശത്തേക്ക് അങ്ങോട്ട് ചിരിച്ചു. 2 പേരും കൂടി ഒരു വശത്തേക്ക് നീങ്ങി പലക അങ്ങോട്ട് ചെരിഞ്ഞോട് കൂടിയിട്ട് എന്തുണ്ടായി, ഇതിൻ്റെ അകത്ത് പലക അങ്ങോട്ട് ചെരിഞ്ഞോട് കൂടിയിട്ട് ഈ കലത്തിലേക്കാണ് വീണെങ്കിൽ എലികൾ 2 ആ കലത്തിനകത്തുണ്ടായിരുന്നോ. കലത്തിനകത്ത് ആ വീട്ടുകാർ പാല് കാച്ചി ഒഴിച്ച് തൈരുണ്ടാക്കില്ലേ, അങ്ങനെ ഉണ്ടാക്കി വെച്ച തൈരായിരുന്നു. ആ തൈരാണെങ്കിൽ വലിയ പാത്രമാണ്. അതൊക്കെ തെറ്റി അതിലേക്കാണ് വീണ് കഴിഞ്ഞു. ഒരു പകുതിയോളം പോലും തൈരില്ല. ഈ തൈര് ചെന്ന് മുങ്ങി കഴിഞ്ഞിട്ട് ഈ തൈര് വെച്ചിരിക്കുന്ന കലത്തിൽ നിന്ന് പുറത്തേക്ക് ചാടി കടക്കാനായിട്ട് നോക്കി. പല പ്രാവശ്യം ചാടി നോക്കി, പറ്റണില്ല. എങ്ങനെ ഈ കലത്തിൽ നിന്ന് പുറത്ത് കിടക്കും? തൈരിൽ മുങ്ങി കുളിച്ച് നീന്ത് തരണ്ടെന്നോ, അതിൽ മുങ്ങി ചാവൂപ്പോൾ ആ ഒരു സ്ഥിതി വന്നു. അതിൽ ഒരു എലി മഹാമടിയനായിരുന്നു, മടിയൻ. എൻ്റെ തലയിൽ തൈരിലും മുങ്ങി ചാവാനാണ് എനിക്ക് യോഗം. അതാ ഞാൻ കുതിര വന്ന് ചാടി എന്ന് വിചാരിച്ച് അയാൾ പറ്റണ പോലെ ഈ മുൻകാലുകൾ കൊണ്ട് 2 ആ കലത്തിൻ്റെ ഒരു ഭാഗത്ത് പരിധി പിടിച്ച് തല മാത്രം അങ്ങനെ പുറത്തേക്ക്
കിടക്കും. എന്നാൽ രണ്ടാമത്തെ ചുണ്ടലി അങ്ങനെയല്ല കേട്ടോ. രണ്ടാമത്തെ ചുണ്ടലി വിചാരിച്ചെന്താണെന്ന് വെച്ചാൽ പല പ്രാവശ്യം ഇങ്ങനെ ചാടുകയാണ്. പുറത്തേക്ക് പുറത്ത് കിടക്കാൻ, ഈ കലത്തിൻ്റെ പുറത്തേക്ക് പോകാനായിട്ട് നമ്മൾ ചാടും, ഒഴിഞ്ഞ് ചാടും. കടന്നു പോകാൻ പറ്റില്ല, തിരിച്ചു വീഴും കലത്തിലേക്ക്. അപ്പം കയ്യിലാകെ ഒന്ന് ഇളകും. വീണ്ടും ഇത്തിരി കഴിഞ്ഞ് വീണ്ടും ചാടും, പിന്നെയും വീഴും, പിന്നെയും ചാടും, പിന്നെയും വീഴും. ഇങ്ങനെ ഒരുപാട് പ്രാവശ്യം ഈ രണ്ടാമത്തെ ചുണ്ടലി തൈരിൽ നിന്ന് മേലോട്ട് ചാടും, വീണ്ടും തൈരിലേക്ക് വീഴും. ഇങ്ങനെ ഈ തൈരിന് വന്ന ആ ഒരു ഇളക്കം കൊണ്ട്, അനക്കം കൊണ്ട് കടയുന്നതിന് തുല്യമായ ഒരു അനുഭവമാണ് കടത്തിലുണ്ടായത്. കട പോലെടുത്തിട്ട് തൈര് കടയുമ്പോൾ എന്താ സംഭവിക്കുക, അത് തന്നെ ഇവിടെയും സംഭവിച്ചു. ഈ എലി മേപ്പോട്ട് പോകുന്നതോ കീഴ്പോട്ടേക്ക് ചാടും, വീണ്ടും മേപ്പോട്ട് പോകുന്നതോ കീഴ്പോട്ടേക്ക് ചാടും. ചാടി ചാടി ഇങ്ങനെ വീണ് അതിൽ വെണ്ണ രൂപം വരും. തൈര് കടയുമ്പോഴും വെണ്ണയിലെ രൂപം കൊള്ളും. ഈ കലത്തിലുള്ള തൈരിൻ്റെ വെണ്ണയെല്ലാം ഇങ്ങനെ ചാടി ചാടി ചാടിയായിട്ട് ഒരു വശത്തേക്ക് കലത്തിൻ്റെ ഒരു ഭാഗത്തേക്കായിട്ട് വെള്ളം ഇങ്ങനെ പൊങ്ങി അടിഞ്ഞു കൂടി കഴിഞ്ഞപ്പോൾ ഇവർക്ക് തോന്നി ഇത് നല്ല കാര്യമായില്ലോ. ഈ വെണ്ണയുടെ മുകളിൽ കയറി നിന്ന് ചാടിയ കുറേ കൂടി ഉയർന്നിട്ടല്ലേ ഇരിക്കണം, അവിടുന്ന് അങ്ങോട്ട് ചാടിയ നമുക്ക് രക്ഷപ്പെടാൻ പറ്റും എന്ന് വിചാരിച്ച് ആദ്യം തന്നെ എന്ത് ചെയ്തു, ഈ രണ്ടാമത്തെ എലി തൈരിൽ നിന്ന് പതുക്കനെ ചാടി വെണ്ണയുടെ മുകളിലിരുന്ന് കഴിഞ്ഞ് അവിടുന്ന് കുറേയുള്ളപ്പൻ്റെ എലിയൊന്ന് നോക്കി, ഞാൻ പുറത്തേക്ക് ചാടാൻ പോവുകയാണ്, ഇത് തന്നെ നിനക്ക് രക്ഷപ്പെടാനുള്ള വഴി എന്ന് കരുതി ഇവനെ നോക്കി. അപ്പോൾ അവനും അവിടെ കിടന്നുകൊണ്ട് ഇവനെന്താ ചെയ്യണമെന്ന് നോക്കി. വെണ്ണയുടെ മുകളിൽ കയറിയിരുന്നപ്പോൾ കുറച്ചുകൂടെ ഇല കിട്ടി കഴിഞ്ഞു. അവിടുന്ന് ആഴപ്പിടിച്ച് പൊട്ടത്താനൊരു ചാട്ടം. തവണക്കാലത്തിൻ്റെ പുറത്തേക്ക് പോയെങ്കിലേ എലി ഒന്നാമത്തെ ചുണ്ടലി, രണ്ടാമത്തെ ചുണ്ടലി ആദ്യം തന്നെ കലത്തിൻ്റെ പുറത്തൊക്കെ ചാടി വീണു. പുറത്തേക്ക് ചാടി വീണപ്പോൾ ഒരു കുടച്ചിലൊക്കെ തുടർന്നു. അടുത്ത് തന്നെയുള്ള ഒരു തോട്ടിൽ കൂടെ വെള്ളം ഒഴുകിപ്പോണ്ടായിരുന്നു. അതിൽ ചെന്നൊന്ന് പിടച്ചു, വീണ്ടും ഇവിടെ വന്നു. അങ്ങനെ നോക്കി കലത്തിലേക്ക് ഇങ്ങനെ നോക്കാനായിട്ട് ഇങ്ങനെ കലത്തിൻ്റെ അടുത്തേക്ക് വന്നപ്പോഴത്തേക്കും വീണ്ടും ഒരു ശബ്ദം. വീണ്ടും ശബ്ദം കേട്ടപ്പോൾ എന്താ, രണ്ടാമത്തെ എലിയും വെണ്ണയുടെ മുകളിൽ കയറി നിന്ന് പുറത്തേക്ക് പൊട്ടത്താനൊരു ചാട്ടം കലത്തിൻ്റെ പുറത്ത് വരാൻ സാധിച്ചു. അവനും മറ്റേ എലിയെ പോലെ തന്നെ ആ തോട്ടിൽ പോയി ഒന്ന് കിടന്ന് കുളിച്ചു. ശരീരത്തിൽ പറ്റി പിടിച്ചിരുന്ന തൈരും വെണ്ണയും എല്ലാം കഴുകി കളഞ്ഞു. രണ്ടുപേരും ഇളവെയിൽ കൊണ്ട് കുറച്ച് നേരം ഇളവെയിൽ കൊണ്ട് അങ്ങനെ വെയിലും കൊണ്ട് ഇരുന്ന് കഴിഞ്ഞപ്പോൾ അവരുടെ മേത്ത നനവൊക്കെ മാറി അവർ രണ്ടാളും കൂട്ടായിട്ട് പോയി ചെയ്തു. പക്ഷേ ഇവിടെ ഒരു കാര്യമാണ് സംഭവിച്ചത്. രണ്ടാമത്തെ എലിയാണ് വീണ്ടും ചാടി പരിശ്രമിച്ചത്. ചാടും വീഴും തൈരിൽ നിന്ന് ആഞ്ഞു ചാടും, പിറ്റേയും തൈരിലേക്ക് വരും. അടുത്ത് ഇത്തിരി കഴിയുമ്പോൾ ഒന്നുകൂടെ പൊങ്ങി ചാടും, പിറ്റേയും തൈരിലേക്ക് വരും. ഇങ്ങനെ പല പ്രാവശ്യം വന്നതുകൊണ്ടാണ് വെണ്ണ രൂപാന്തരപ്പെട്ട് വെണ്ണ ഉണ്ടായത്. വെണ്ണ തിരിഞ്ഞ് തൈരിൽ നിന്നും വെണ്ണ തിരിഞ്ഞ് വന്ന് വെണ്ണയുടെ ഒരു കൂമ്പാരം ആയതും അതിൻ്റെ മുകളിൽ കയറി ചാടി രക്ഷപ്പെടാൻ സാധിച്ചു. അല്ലാണ്ട് എൻ്റെ വിധിയാണ് എന്നും പറഞ്ഞുകൊണ്ട് അവിടെ അനങ്ങാണ്ട് ആ എലിയും അതുപോലെ ഇരുന്നെങ്കിൽ രണ്ടെണ്ണം അതിൽ മുന്നിട്ടുണ്ടായി. അന്ന് തൊട്ട് ഒന്നാമത്തെ എലി ഈ രണ്ടാമത്തവൻ്റെ പരിശ്രമം കൊണ്ടാണല്ലോ താനും കൂടി രക്ഷപ്പെട്ടത്. അയാളൊന്ന് തീരുമാനിച്ചു, ആ എലി ഒന്നാമത്തെ എലി തീരുമാനിച്ചു, ഞാൻ ഇനി എൻ്റെ വിധിയാണിത്, എൻ്റെ തലയിലെഴുത്താണ്, വിധിയാണെന്നൊന്നും പറഞ്ഞിരിക്കില്ലല്ലോ, ഞാനിങ്ങനെ പരിശ്രമിച്ചു കൊണ്ടേയിരിക്കും. ഏത് അവസ്ഥയിൽ ചെന്നപ്പെട്ടാലും അതിൽ നിന്ന് പുറത്ത് കിടക്കാനായിട്ട് ഞാൻ പരിശ്രമിക്കും. ഇനി ഞാൻ വിധിയെ പഠിച്ചുകൊണ്ടുള്ള ഒരു ഇരിപ്പിരിക്കില്ല എന്ന് തീരുമാനിച്ചുകൊണ്ട് അവർ രണ്ടുപേരും കൂടി കൂട്ടായിട്ട് തേടി കാട്ടിലേക്ക് തന്നെ പോവുകയും ചെയ്തു. ഇതാണ് ഇന്നത്തെ കഥ. പരിശ്രമം ചെയ്യുകിലെന്തിനേയും വശത്തിലാക്കാൻ കഴിവുള്ള വണ്ണം ദീർഘങ്ങളാം കൈകൾ നൽകിയത്രേ മനുഷ്യനെ പാരിലയച്ചതീശൻ. ഇതുവഴി വന്നാലും ഇത്തിരി നേരമിരുന്നാലും
കഥകൾ കഥകൾ കേട്ടാലും കളിയായി പറയും കഥയാണേ, കാര്യം പറയും കഥയാണേ. നന്ദി നന്ദി. ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. കഥകൾ കേട്ടു എന്നുള്ളതിന് എന്തെങ്കിലും ഒരു തെളിവ് വേണ്ടേ? അതുകൊണ്ടാണ്.